ജിൻഡോയും ഗബ്രിയും തമ്മിൽ വലിയൊരു കയ്യാങ്കളിയാണ് ബിഗ് ബോസ് വീട്ടിൽ നടന്നിരിക്കുന്നത്. പുതിയ പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട്. ഗെയിമിന്റെ ഭാഗമായാണ് കയ്യാങ്കളി നടന്നിട്ടുള്ളത്. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ഒരു ഗെയിം തന്നെയാണത്. ഇവർക്ക് ഒരു സ്റ്റിക്കർ കൊടുത്തുകൊണ്ട് അത് പുറത്തൊട്ടിക്കുന്ന ഒരു കാര്യം. അത് രണ്ട് ടീമുകൾക്ക് ഫൈനലായിട്ടുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവർ പവർ റൂമും ജിൻഡോയുടെ ടീമും തമ്മിലുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് എറിയുന്നുണ്ട്. ഈ പ്രോപ്പർട്ടി പുറത്തേക്ക് ഒട്ടണമല്ലോ. അത് നമ്മൾ കണ്ടിട്ടുണ്ട്, കഴിഞ്ഞ സീസണിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഗെയിം എന്ന് പറയുന്നത്. എന്നിട്ട് ബിഗ് ബോസ് അവിടെ സൈറൻ മുറക്കുന്ന സമയത്ത് ആരുടെ ദേഹത്താണോ ഇതുള്ളത് അവർ ടീമിൽ നിന്ന് പുറത്താവുന്നതാണ്. അങ്ങനെയാണല്ലോ. അപ്പോൾ ജിൻഡോ ഗബ്രിയുടെ ദേഹത്തേക്ക് എറിയുന്നുണ്ട്. ഇത് പിന്നീട് ഇവർ തമ്മിൽ കെട്ടിപ്പിടിച്ചിട്ട് തറയിൽ വീഴുന്നുണ്ട്. അപ്പോൾ ഗബ്രിയുടെ ദേഹത്തേക്ക് ജിൻഡോ മറിഞ്ഞ് വീഴുന്നുണ്ട്. പക്ഷെ ഗബ്രി വിട്ടുകൊടുക്കുന്നില്ല ജിൻഡോയുടെ ദേഹത്തേക്ക്. അങ്ങനെ രണ്ടുപേരും അവിടെ കെട്ടിമറിഞ്ഞുകൊണ്ടുള്ള ഒരു കയ്യാങ്കളിയാണ് അവിടെ സംഭവിക്കുന്നത്. എല്ലാവരും ഓടി വന്നിട്ട് വിടാനൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര സീനാവുന്നുണ്ട് അവിടെ. എന്തായാലും നമുക്കറിയാവുന്ന കാര്യമാണ്, ഗെയിമിൻ്റെ കാര്യത്തിൽ ജിൻഡോ ഒരു തരത്തിലും വിട്ടുകൊടുക്കുന്ന മത്സരാർത്ഥിയല്ല. ഗബ്രിയും അത്യാവശ്യം കുഴപ്പമില്ലാതെ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അത് തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. പവർ റൂമിലേക്ക് കയറാനുള്ള മത്സരം ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ അതിനെ കാണാനായിട്ട് രണ്ടു കൂട്ടർക്കും സാധിക്കില്ല. പിന്നെ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഒരു മത്സരം കൂടിയാണത്. പവർ റൂമിലാണ് ഗബ്രി എന്നുണ്ടെങ്കിൽ ഇവിടെ പവർ റൂമിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ് ജാസ്മിൻ. അതുകൊണ്ട് തന്നെ ജാസ്മിൻ അത് വിട്ടുകൊടുക്കാനായിട്ട് ഗബ്രി ഒട്ടും താല്പര്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ജിൻഡോയുമായിട്ടുള്ള ഒരു വ്യക്തി വൈരാഗ്യവും അവിടെ ഗബ്രിക്കുണ്ട്. അപ്പോൾ ജിൻഡോയുടെ അടുത്ത് ഗെയിം കളിച്ച് തോൽക്കാനായിട്ട് അവിടെ ഗബ്രിക്കും സാധ്യമല്ല എന്ന് തോന്നുന്നു. ജിൻഡോയാണോ ഗെയിമിൽ വിട്ടുകൊടുക്കുന്ന ആള്? ഗെയിംസിൽ ഒരു തരത്തിലും വിട്ടുകൊടുക്കുന്ന പരിപാടി ജിൻഡോയുടെ അടുത്തേ കൂടെ പോകാത്ത കാര്യമാണ്. ജിൻഡോ എങ്ങനെയായാലും വിജയിച്ച് എന്ന് വാശി പിടിച്ച് കളിക്കുന്ന ആളാണ് ജിൻഡോ. ജിൻഡോയുടെ അടുത്ത് തോൽക്കാൻ തന്നെയായിരിക്കും ഗബ്രിക്ക് വിധി എന്ന് പറയുന്നത്. അല്ലാതെ ഗബ്രിക്ക് ജിൻഡോയുടെ അടുത്ത് പിടിച്ച് നിൽക്കാനുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. എന്തായാലും ഒരു അടിപൊളി ഗെയിമായിരുന്നു. ആ ഗെയിമിൽ കയ്യാങ്കളി വരെ എത്തുന്നുണ്ട്.